കാരുണ്യ പദ്ധതിക്കും പണം അനുവദിക്കുന്നത് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ. കുടിശ്ശിക തീർക്കാൻ 1180 കോടി അനുവദിക്കണമെന്ന ആവശ്യം തള്ളി. ആകെ അനുവദിച്ചത് 119 കോടി രൂപ മാത്രമാണ്. കേന്ദ്ര സർക്കാർ കൃത്യമായി പണം അനുവദിക്കുമ്പോഴാണ് സംസ്ഥാനം വീഴ്ച വരുത്തുന്നത്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു. രാജീവ്, വിശദാംശങ്ങൾ. രോഹിണി, ഏതായാലും സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് കാരുണ്യ പദ്ധതിക്കും സർക്കാർ പണം അനുവദിക്കാതിരിക്കുന്നത്. നിയമസഭയിൽ തന്നെ ആരോഗ്യമന്ത്രി രേഖാമൂലം ഇതിന്റെ കണക്കുകൾ നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കാരുണ്യ പദ്ധതിക്കായി പണം നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി 1 രൂപ പോലും കുടിശ്ശികയില്ല എന്നാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നത്. ഇതിന്റെ കണക്കുകളും കൃത്യമായി ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ 1500 കോടി രൂപയ്ക്കടുത്താണ് നിലവിൽ ഇപ്പോൾ ഈ കാരുണ്യ പദ്ധതിയിൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾക്കും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികൾക്കും സർക്കാർ പണം നൽകാനുണ്ട്. ഇതിന്റെ കണക്കുകളും ആരോഗ്യമന്ത്രി നിയമസഭയിൽ തന്നെയാണ് നൽകിയത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ആരോഗ്യ ഹെൽത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ തുക ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്ത് നൽകിയത്. അതായത് 1181 കോടി രൂപയെങ്കിലും അടിയന്തരമായി നൽകിയില്ലെങ്കിൽ പദ്ധതിയിൽ നിന്ന് പല ആശുപത്രികളിൽ പിന്മാറുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കത്ത് നൽകിയത്. 1181 കോടി രൂപ അടിയന്തരമായി നൽകണം, അല്ലെങ്കിൽ സാധാരണക്കാരായ രോഗികൾക്ക് ഒട്ടേറെ ബുദ്ധിമുട്ട് ഇതുണ്ടാക്കുമെന്നും ഡയറക്ടർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ വെറും 119 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അതായത് 1181 കോടി രൂപ അനുവദിക്കണമെന്ന ആവശ്യത്തിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത് 119 കോടി രൂപ മാത്രമാണ്. 1500 കോടി രൂപയ്ക്കടുത്ത് നിലവിൽ സർക്കാരിന്റെ തന്നെ കുടിശ്ശികയുണ്ട്. ഇത് സർക്കാരിന്റെ തന്നെ കണക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ആശുപത്രികളും സാധാരണക്കാർക്ക് ചികിത്സ നിഷേധിക്കുന്നുവെന്ന പരാതികൾ വ്യാപകമായി ഉയരുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയോട് പ്രതികരണങ്ങൾ ചോദിച്ചപ്പോഴും ഉടൻ തന്നെ കുടിശ്ശിക തീർത്ത് നൽകും എന്നായിരുന്നു ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. ഏതായാലും ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഇതിലുള്ള ധനസഹായം പോലും വെട്ടിക്കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 1500 കോടി രൂപയ്ക്കടുത്ത് സ്വകാര്യ ആശുപത്രികൾക്കും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികൾക്കും നൽകാനുള്ളപ്പോൾ ഇത് പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചോദ്യമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. പലതവണ സർക്കാരിനോട് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല സ്വകാര്യ ആശുപത്രികളുടെ സംഘടന ഉൾപ്പെടെ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, പണം അനുവദിച്ചില്ലെങ്കിൽ ചികിത്സ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ ചികിത്സ നിർത്തിവെക്കുകയാണെങ്കിൽ സാധാരണക്കാരായ രോഗികളെ അത് ദുരിതത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴും ഈ പണം ലഭിക്കാത്തതിനാൽ പല സ്വകാര്യ ആശുപത്രികളും കാരുണ്യ പദ്ധതിയോട് മുഖം തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും സംസ്ഥാന സർക്കാരും ധനവകുപ്പും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്നതാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ കൃത്യമായി പണം നൽകുന്നുണ്ട് എന്ന് ആരോഗ്യമന്ത്രി തന്നെ നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി പണം നൽകുമ്പോഴാണ് ഈ കാരുണ്യ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കോടികളുടെ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. ആ കുടിശ്ശിക ആവശ്യപ്പെട്ട് കത്ത് നൽകുമ്പോൾ പോലും അത് അനുവദിക്കാത്തൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതിന് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ധനവകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുൾപ്പെടെ വലിയ തിരിച്ചടി സംസ്ഥാന സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. കേന്ദ്ര സർക്കാർ നൽകിയ വിശദീകരണം ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയത്. സംസ്ഥാനത്തിന്റെ മോശം സാമ്പത്തിക മാനേജ്മെന്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കെടുകാര്യസ്ഥതയ്ക്ക് കാരണം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇവിടെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും രോഗികൾ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന കാരുണ്യ പദ്ധതിക്ക് പോലും പണം ലഭ്യമാകാത്ത സാഹചര്യത്തിലേക്ക് എത്തുന്നത്. രാജീവ്, നമുക്കറിയാം സംസ്ഥാനത്തെ അതിദരിദ്രരും ദുർബലരുമായ ഒരു ജനവിഭാഗത്തെ ലക്ഷ്യമാക്കിയാണ് കാരുണ്യ പദ്ധതി നടപ്പിലാക്കിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ചുകൊണ്ടാണ്. ഇവിടെ കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ കാരുണ്യ പദ്ധതിക്കുള്ള വിഹിത തുക സംസ്ഥാനത്തിന് നൽകുന്നുണ്ട്. വകമാറ്റി ചിലവഴിക്കുകയും ധനവിനിയോഗത്തിലെ ക്രമക്കേടുമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കാരുണ്യ പദ്ധതിക്ക് അനുവദിച്ച തുക പോലും കൃത്യമായി ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ തള്ളിവിട്ടത്. എന്തായാലും ഈ ഒരു സ്ഥിതി സംജാതമായതോടുകൂടി തന്നെ ഇത്തരം ദുർബല വിഭാഗങ്ങൾക്കുള്ള ചികിത്സാ സൗകര്യങ്ങൾ നാമമാത്രമായി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ആശുപത്രികളും. രോഹിണി, തീർച്ചയായും സ്വകാര്യ ആശുപത്രികൾ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഏകദേശം 500 കോടി രൂപയ്ക്കടുത്ത് കുടിശ്ശികയുള്ളപ്പോഴായിരുന്നു സ്വകാര്യ ആശുപത്രികൾ കത്ത് നൽകിയത്. ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ആശുപത്രികൾക്ക് ഈ കാരുണ്യ പദ്ധതി ഉണ്ടാക്കുന്നുണ്ട്, എത്രയും വേഗം പണം അനുവദിക്കണമെന്ന ആവശ്യമായിരുന്നു അന്ന് സ്വകാര്യ ആശുപത്രികൾ മുന്നോട്ട് വെച്ചത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ പോലും ഈ പദ്ധതിയോട് മുഖംതിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം സർക്കാർ ആശുപത്രികൾക്കും കോടിക്കണക്കിന് രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ സർക്കാർ നൽകാനുള്ളത്. ഈ ധനവകുപ്പിന് ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പല
പലതവണ കത്ത് നൽകിയെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കത്ത് ധനവകുപ്പ് അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് എത്രയും പെട്ടെന്ന് പണം അനുവദിക്കണമെന്ന ഒരു ആവശ്യം നിലവിൽ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ 119 കോടി രൂപ മാത്രം അനുവദിച്ചിരിക്കുന്നത്. ഈ 119 കോടി രൂപ കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആശങ്കയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ ഉള്ളത്. കാരണം 119 കോടി കൊണ്ട് സ്വകാര്യ ആശുപത്രികൾക്കോ സർക്കാർ ആശുപത്രികൾക്കോ അല്പമെങ്കിലും പണം നൽകാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ സ്വകാര്യ ആശുപത്രികൾ ഈ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ആരോഗ്യവകുപ്പിന് സ്വകാര്യ ആശുപത്രികൾ നൽകുകയും ചെയ്തതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികളുടെ അവസ്ഥയാണ്. പലപ്പോഴും ഈ കാരുണ്യ പദ്ധതിയിൽ സർക്കാരിന്റെ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് ഈ സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികൾ എത്തുമ്പോൾ അവരെ തിരിച്ചയക്കുന്ന സമീപനം പോലും സ്വകാര്യ ആശുപത്രികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ സർക്കാർ പണം നൽകിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സ്വകാര്യ ആശുപത്രികൾ രോഗികളിൽ നിന്ന് തന്നെ പണം ഈടാക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട്. ഇത്തരമൊരു അവസ്ഥയിൽ കൂടിയാണ് സംസ്ഥാനത്തെ സാധാരണക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് ഈ 1181 കോടി രൂപയെങ്കിലും അടിയന്തരമായി അനുവദിക്കണമെന്ന ആവശ്യം തള്ളിക്കൊണ്ട് വെറും 119 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ഈ പണം കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന നിലവിൽ ഉദ്യോഗസ്ഥർക്കും വ്യക്തതയില്ല. രോഹിണി, അതുമാത്രമല്ല രാജീവ്, നമുക്കറിയാം തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോഴും കോടികളുടെ കുടിശ്ശിക തുക തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആവശ്യത്തിന് ഉതകുന്ന ശസ്ത്രക്രിയാ സാധനങ്ങൾ മെഡിക്കൽ കോളേജുകൾ ലഭ്യമല്ലാത്തതിന് കാരണം ഈ പദ്ധതിക്ക് വന്ന കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. രോഗി, തീർച്ചയായും ആരോഗ്യ മേഖലയോട് ഈ സർക്കാർ വലിയ രീതിയിലുള്ള അവഗണന കാണിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമായ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പണം അനുവദിക്കുന്നില്ല. അവശ്യ മരുന്നുകൾ വാങ്ങുന്നതിന് പോലും പണം അനുവദിക്കുന്നില്ല. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് പലതവണ ചൂണ്ടിക്കാണിച്ചതാണ് ആവശ്യ മരുന്നുകൾ വാങ്ങുന്നതിന് പണം അനുവദിക്കണമെന്ന്. ഇക്കാര്യത്തിൽ പോലും പലതരത്തിൽ അവഗണന സർക്കാർ ഈ അവശ്യ സർവീസുകൾ നൽകുന്നവരോട് കാണിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ അവശ്യ സർവീസുകൾ മരുന്നുകൾ ശേഖരിക്കുന്നതിനുൾപ്പെടെ വിമുഖത കാണിക്കുന്നത്. പലപ്പോഴും പണം നൽകാതിരിക്കുമ്പോൾ ഈ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഉൾപ്പെടെ മരുന്നുകൾ ലഭ്യമാകുന്നില്ല എന്ന പരാതി നേരത്തെ തന്നെ ആരോഗ്യവകുപ്പിന് ഇവർ ചൂണ്ടിക്കാണിച്ചതാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴത്തെ ഈ ക്ഷാമം ഉൾപ്പെടെ കണക്കാക്കേണ്ടി വരുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഒക്കെ മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ശമ്പളവും പെൻഷനും നൽകിയെങ്കിൽ പോലും വരും മാസങ്ങളിൽ ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന വലിയ പ്രതിസന്ധി തന്നെയാണ് സംസ്ഥാന സർക്കാരിന് മുന്നിൽ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും സുപ്രീം കോടതിയുടെ ഇടപെടലാണ്. ഇനി ചട്ടം ലംഘിച്ചുകൊണ്ട് കടമെടുക്കണമെങ്കിൽ ഭരണഘടനാ ബെഞ്ചിന്റെ അനുമതി വേണം, അല്ലെങ്കിൽ ആ വിധി വരുന്നതുവരെ ചട്ടം ലംഘിച്ചുകൊണ്ട് സർക്കാരിന് കടമെടുക്കാൻ കഴിയില്ല. അത്തരമൊരു അവസ്ഥയിലാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചതാണ് കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് സ്വയം വെട്ടിലാകുന്ന അവസ്ഥയുണ്ടാകുമെന്ന്. എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കുകയും കനത്ത തിരിച്ചടി സംസ്ഥാന സർക്കാർ ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി ചട്ടം ലംഘിച്ചുകൊണ്ട് കടമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വരും മാസങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നത് സർക്കാരിന് മുന്നിൽ വലിയ പ്രതിസന്ധി തന്നെയാണ്. വരും മാസങ്ങളിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും അതുപോലെ തന്നെ പെൻഷനും ഒക്കെ മുടങ്ങാനുള്ള ഒരു സാധ്യത സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് ഈ രീതിയിൽ സാധാരണക്കാരായ രോഗികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കാരുണ്യ പദ്ധതിക്ക് പോലും പണം അനുവദിക്കാതിരിക്കുന്നത്. എല്ലാ മേഖലകളിലും ധനവകുപ്പ് ചെലവുചുരുക്കൽ പ്രഖ്യാപിക്കുന്നു. അതേസമയം തന്നെ ഒരു വശത്ത് ദൂർത്ത് യഥേഷ്ടം തുടരുകയും ചെയ്യുന്നു. നമുക്കറിയാം, നവകേരള സദസ്സും അതുപോലെ തന്നെ കേരളീയം മുഖാമുഖം പരിപാടിക്കായി ഏകദേശം 150 കോടി രൂപയ്ക്കടുത്താണ് ചെലവഴിച്ചത്. സാധാരണക്കാർക്ക് ഒരു പ്രയോജനവുമില്ലാത്ത, ഒരു പരാതികളും പരിഹരിക്കാത്ത ഈ പദ്ധതികൾക്ക് വേണ്ടി കൃത്യമായി പണം ചെലവഴിക്കുമ്പോഴാണ് സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന കാരുണ്യം ഉൾപ്പെടെയുള്ള പദ്ധതികളോട് സർക്കാർ മുഖം തിരിച്ച് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ പോലീസ് ഉൾപ്പെടെയുള്ള അവശ്യ സേവന വിഭാഗത്തിന് പോലും കൃത്യമായി പണം നൽകുന്നതിൽ നിന്ന് ധനവകുപ്പ് വിട്ടുനിൽക്കുകയാണ്. ഒരു വശത്ത് ദൂർത്ത് യഥേഷ്ടം തുടരുമ്പോൾ കൃത്യമായി തന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്ത് നിർമ്മിക്കാനും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന തിരക്കിലാണ് സംസ്ഥാന സർക്കാർ. രോഹിണി, അതുമാത്രമല്ല രാജീവ്, നമുക്കറിയാം സംസ്ഥാനത്തെ ധനപ്രതിസന്ധി അതിരൂക്ഷമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വകുപ്പുകളെയും ഈ ധനപ്രതിസന്ധി ബാധിക്കുന്നുമുണ്ട്. സാധാരണക്കാർക്കുള്ള ക്ഷേമ പദ്ധതികളടക്കം മുടങ്ങിക്കിടക്കുന്നു. പിന്നെയുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് ഇത്തരം സർക്കാർ ആശുപത്രികളിലെ സൗജന്യ ചികിത്സ മാത്രമാണ്. റേഷൻ കടകളിൽ സാധനമില്ല, സപ്ലൈകോയിൽ സാധനമില്ല, സബ്സിഡി സാധനങ്ങളില്ല. അങ്ങനെ സാധാരണക്കാരൻ തീരാ ദുരിതത്തിലേക്ക് നീങ്ങുമ്പോൾ ഇത്തരത്തിൽ ചികിത്സാ സൗകര്യങ്ങൾ കൂടി നിഷേധിക്കപ്പെടുമ്പോഴാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതം അങ്ങേയറ്റം കഠിനമാകുന്നതും.
തീർച്ചയായിട്ടും കൂടി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന ഒരു പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ഒരുപക്ഷെ ഈ സാധാരണക്കാരായ രോഗികൾ ആശുപത്രികളിൽ എത്തുമ്പോൾ അവർക്ക് എന്നും കൈത്താങ്ങായി നിന്നിരുന്ന ഒരു പദ്ധതി കൂടിയാണ് കാരുണ്യ പദ്ധതി. ഇതിനായി കേന്ദ്ര സർക്കാർ കൃത്യമായി തുക അനുവദിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഏകദേശം 300 കോടി രൂപയ്ക്കടുത്താണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്കായി അനുവദിക്കുന്നത്. കൃത്യമായി സംസ്ഥാനത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി രേഖാമൂലം തന്നെയാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ കണക്കുകൾ നിരത്തിക്കൊണ്ട് വ്യക്തമാക്കിയത്. പക്ഷേ അതേസമയം തന്നെയാണ് സംസ്ഥാനം ഈ പദ്ധതിയോട് അവഗണന തുടരുന്നത്. ഈ പദ്ധതിക്ക് കൃത്യമായി പണം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പദ്ധതിയോട് മുഖം തിരിച്ചു നിൽക്കുന്നത്. പല സാധാരണക്കാരായ രോഗികളും അവിടേക്ക് എത്തുമ്പോൾ ആശുപത്രിയിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എത്തുന്നത്. നമുക്കറിയാം ഈ സാധാരണക്കാർക്ക് താങ്ങുന്ന ചികിത്സാ നിരക്കുകളല്ല പല ആശുപത്രികളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ സ്വകാര്യ ആശുപത്രികളിലോ സർക്കാർ ആശുപത്രികളിലോ എത്തുമ്പോൾ ഈ സർക്കാർ ആശുപത്രികളിൽ പോലും ഈ പദ്ധതി നടപ്പാക്കാത്ത സാഹചര്യം വരുമ്പോൾ പുറത്തു നിന്ന് മരുന്നുകളും മറ്റും വാങ്ങി നൽകേണ്ട അവസ്ഥയുണ്ടാകുന്നു. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ പോലും പുറത്തു നിന്ന് രോഗികൾ വാങ്ങി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവരെ ഇത് വലിയ ദുരിതത്തിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനൊപ്പമാണ് ഈ സ്വകാര്യ ആശുപത്രികളുടെ അവസ്ഥ. പല സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ ചികിത്സ കഴിഞ്ഞ ലക്ഷങ്ങൾ ഈ രോഗികൾ തന്നെ നൽകേണ്ട ഒരു അവസ്ഥയാണ്. അതായത് സംസ്ഥാനത്തെ കാരുണ്യ പദ്ധതിയെ വിശ്വസിച്ചുകൊണ്ട് ആശുപത്രികളിലേക്ക് രോഗികൾക്ക് ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ പറയുന്ന കുടിശ്ശികയാണ്. ഈ സ്വകാര്യ ആശുപത്രികളെയോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളെയോ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഏകദേശം 1200 കോടി രൂപയ്ക്കടുത്ത് കുടിശ്ശിക എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പലതവണ കത്ത് നൽകിയത്. ഈ പ്രതിസന്ധി മറികടക്കാൻ അവർക്ക് പണം അനുവദിക്കണം, 500 കോടി രൂപയെങ്കിലും അടിയന്തരമായി അനുവദിക്കണമെന്നായിരുന്നു നേരത്തെ ഈ സ്വകാര്യ ആശുപത്രികളുടെ സംഘടന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ സർക്കാർ അത് പരിഗണിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഈ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടിയാണ് ഹെൽത്ത് മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വീണ്ടും കത്ത് നൽകുന്നത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് 119 കോടി രൂപ അനുവദിക്കുന്നത്. 1181 കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്ന ആവശ്യത്തിൽ വെറും 119 കോടി അനുവദിക്കുമ്പോൾ ഈ തുക കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ സർക്കാർ ഏതായാലും ഇതിനോട് ഇപ്പോഴും അനുകൂലമായൊരു സമീപനം സ്വീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് സാധാരണക്കാരായ രോഗികളെ ഇനിയും വലയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രോഹിണി. ശരി രാജീവ്, കാരുണ്യ പദ്ധതിക്കും പണം അനുവദിക്കുന്നത് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ കുടിശ്ശിക തീർക്കാൻ 1180 കോടി അനുവദിക്കണമെന്ന ആവശ്യം തള്ളി ആകെ അനുവദിച്ചത് 119 കോടി രൂപ മാത്രമാണ്. കേന്ദ്ര സർക്കാർ കൃത്യമായി പണം അനുവദിക്കുമ്പോഴാണ് സംസ്ഥാനം വീഴ്ച വരുത്തുന്നത്. ആർ രാജീവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.